അത്ര മീ ടൈമോ എലോൺ ടൈമോ ഒന്നും എടുക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം. ഒരു തവണയെങ്കിലും നിങ്ങൾ എടുത്ത് ചില്ല് ചെയ്ത് നോക്കണം. കാര്യം സ്വന്തമായിട്ട് ചില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു വേറിട്ട മെൻ്റൽ സ്റ്റേറ്റ് വരും. അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് ആരും ഇല്ലെങ്കിലും വി ആർ സ്റ്റിൽ ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ള ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ മാറും. ആ ഒരു ആങ്സൈറ്റി ഒക്കെ ഇല്ലേ, അതായത് നമ്മളുടെ ചുറ്റും ആരും ഇല്ലല്ലോ, ലൈക്ക് വി ആർ എലോൺ എന്നുള്ളതിന് പകരം we will start to embrace that loneliness. Actually it is not loneliness if you feel it. അത് ലോൺലിനെസ് അല്ല, അതിൽ നമ്മൾ എന്ത് കാമാണെന്ന് അറിയാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, നമുക്ക് ഇഷ്ടമുള്ള പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി ഉണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് ഇസ് ദ ലൈക്ക് യു നോ ഇറ്റ് ഗീവ്സ് ഇസ് ദ പവർ ഓഫ് മണി ഓൾസോ. അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം. അല്ലെങ്കിൽ ഇനി ട്രിപ്പ് പോകാനാണെങ്കിലും പൈസ ചിലവിട്ട് നമുക്ക് പോവാം. ഒരു സോളോ ട്രിപ്പൊക്കെ അടിച്ച് ഇപ്പോൾ എത്രയോ ആളുകൾ ചെയ്തു വരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലല്ലാതെ എനിക്ക് ലോൺലി ടൈം എടുത്തേ തീരൂ. ലോൺലി ടൈം അല്ല, ലോൺ ടൈം ഓർ മീ ടൈം, മിസ്റ്റേക്കൺ ഇറ്റ്സ് മീ ടൈം. അപ്പം ഒരു മീ ടൈം എടുത്തില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയില്ല. ആ മീ ടൈമിൽ ഞാൻ എപ്പോഴും ചെല്ലണത് മിക്കപ്പോഴും ബുക്സിൻ്റെ അടുത്തേക്കായിരിക്കും. കാര്യം മനുഷ്യന്മാർ തളർത്തിയാലും ബുക്സ് നമ്മൾ ഒരിക്കലും തളർത്തില്ല. അത് വായിച്ച് തുടങ്ങണ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കില്ല നമ്മളെ വായിച്ച് തീരുമ്പോഴത്തേനും. അത് നമ്മളെ എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ച് വെച്ചിട്ടുണ്ടാകും. ആ ബുക്കിൻ്റെ കട്ടിയിലല്ല കേട്ടോ, ബുക്കിൻ്റെ കട്ടിയിലേ അല്ല പ്രാധാന്യം. അപ്പോൾ ഈ ലോൺലി ടൈം അല്ലെങ്കിൽ മീ ടൈം എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ബുക്സ് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവനവന് ഇഷ്ടമുള്ള ഹോബീസിൽ ഇൻഡൾജ് ചെയ്യുക. ഇതിപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചില്ലിയ വൈകിട്ട് വരെ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഉച്ചയായപ്പോൾ തിരക്ക് വന്ന് പോയി. പക്ഷെ ഞാൻ ആ ഒരു സമയം മീ ടൈമിന് വേണ്ടി യൂസ് ചെയ്ത് ഞാൻ ചുമ്മാ ലുലു കൂടെ തെണ്ടിത്തിരിഞ്ഞ്, പിന്നെ എനിക്കൊരു ലാപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വില നോക്കി, കുറേ ഒരിക്കലും വാങ്ങാൻ പോണില്ലാത്ത ടി വികളുടെയൊക്കെ വില നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് രസം. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, അതിന് മറുപടി പറയും. അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് വീണ്ടും തെണ്ടിത്തിരിയാണ്. എൻ്റെയൊക്കെ ഒരു ലെവൽ ഓഫ് തെണ്ടിത്തിരിയൽ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തെണ്ടിത്തിരിയണം. ഒന്നും നിങ്ങൾക്ക് പറ്റാൻ പോകുന്നില്ല. എല്ലാം അങ്ങ് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, എല്ലാം സാധിക്കും. ഞാനൊരു ആൻറ്റി സോഷ്യൽ മോട്ടോ എന്ന് പറയുന്നതല്ല, പക്ഷെ ഒരു ദിവസം ഒറ്റയ്ക്ക് എല്ലാ ഇനിയിപ്പോൾ ബാധ്യതകളൊക്കെ ഉള്ള ആള് തലേന്ന് അതൊക്കെ മാറ്റി വെച്ച് ഒരൊറ്റ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. വേറെ ഒന്നിനും വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട. വെറുതെ ചുമ്മാ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നാലായാലും മതി. നമുക്കൊരു മനസ്സിന് എല്ലാം ക്ലാരിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളിലും ക്ലാരിറ്റി വരെ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. ഓക്കെ, ബൈ.